കൈക്കൊണ്ടു. സംസം കിണറിനുമേൽ അവകാശമുന്നയിച്ചവരെ അദ്ദേഹം അംഗീകരിച്ചില്ല. അവരുടെ ആവശ്യം ശക്തിയായി നിരസിക്കുകയും ചെയ്തു. ഇസ്മായിൽ നബിയുടെ പാരമ്പര്യം പറഞ്ഞുകൊടുത്തു. ഖുറൈശികളും മറ്റു ചില ഗോത്രത്തലവന്മാരും അബ്ദുൽ മുത്തലിബിനെതിരെ രംഗത്തു വന്നു. അബ്ദുൽ മുത്തലിബ് സംസം കിണറിന്റെ പണി പൂർത്തിയാക്കി. പാർശ്വങ്ങൾ ഭംഗിയായി കെട്ടിപ്പടുത്തു. സൗകര്യത്തിനു വേണ്ടി സുന്ദരമായ ഹൗളും പണിതു. എന്നാൽ വൈരം തീർക്കാനായി അന്ന് രാത്രി തന്നെ ഖുറൈശികൾ ഹൗളിന്റെ ഭിത്തി തകർത്തു. തകർക്കപ്പെട്ട ഭിത്തി അബ്ദുൽ മുത്തലിബ് വീണ്ടും പടുത്തുയർത്തി. എന്നാൽ അസൂയ മൂത്ത കുടില മനസ്സുകൾ വീണ്ടും അത് തച്ചുടച്ചു. അദ്ദേഹം ആകാശത്തേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥനയിൽ മുഴുകി. അന്ന് മയക്കത്തിൽ വീണ അബ്ദുൽ മുത്തലിബിന് വീണ്ടും സ്വപ്നദർശനമുണ്ടായി. സംസം കുടിക്കൽ മാത്രമാണ് അനുവദനീയമാക്കിയിട്ടുള്ളത്, മറ്റൊന്നിനും അനുവദിക്കപ്പെട്ടിട്ടില്ല. ഈ വെളിപാട് അബ്ദുൽ മുത്തലിബിനെ ഊർജ്ജസ്വലനാക്കി. അദ്ദേഹം സ്വപ്നവൃത്താന്തം തൻ്റെ ജനതയെ വിളിച്ചറിയിച്ചു. ഹൗള് പൊളിച്ചവർക്കെല്ലാം ദൈവശിക്ഷ ഇറങ്ങുന്നതാണ് പിന്നെ കാണുന്നത്. അക്രമകാരികൾക്ക് കഠിനമായ രോഗം ബാധിച്ചു. തനിക്ക് 10 ആൺമക്കൾ ജനിച്ചാൽ ഒരു മകനെ ദൈവിക മാർഗത്തിൽ ബലിയൊറുക്കാമെന്ന് സംസം കുഴിക്കാനൊരുങ്ങുമ്പോൾ അബ്ദുൽ മുത്തലിബ് നേർച്ചയാക്കിയിരുന്നു. അതിനു പിന്നിൽ കിണറ്റിൽ നിന്ന് സ്വർണം ലഭിച്ചപ്പോൾ അസൂയമൂത്ത ഖുറൈശികൾ വാക്കേറ്റത്തിന് മുതിർന്നിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് നേർച്ചയാക്കിയതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. കിണറിന്റെ പണി ഭംഗിയായി പൂർത്തിയായി. പ്രശ്നങ്ങളും രമ്യമായി പരിഹരിച്ചു. കാലക്രമത്തിൽ അബ്ദുൽ മുത്തലിബിന് 10 ആൺമക്കൾ ജനിച്ചു. സംസം കിണർ പുനഃസ്ഥാപിക്കുമ്പോൾ ഹാരിസ് എന്ന മകൻ മാത്രമാണ് അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നത്. പിന്നീട് അബ്ദുല്ല, അബ്ദുമനാഫ്, സുബൈർ, അബ്ബാസ്, ലിറാർ, അബ്ദുല്ലുസ, ഔദാഖ്, ഹംസ, മുഖവമ് എന്നീ മക്കൾ ജനിച്ചു. വളർന്നപ്പോൾ അബ്ദുൽ മുത്തലിബ് നേർച്ചയെക്കുറിച്ച് മക്കളെ ഓർമ്മപ്പെടുത്തി. 10 പേരും പിതാവിന് വഴിപ്പെട്ടു. നേർച്ച വീട്ടാൻ അവർ പിതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആര് ബലി കൊടുക്കും? ഒടുവിൽ നറുക്കെടുപ്പിലൂടെ ഒരാളെ തിരഞ്ഞെടുക്കാൻ അവർ തീരുമാനിച്ചു. നറുക്കിൽ ഓരോരുത്തരുടെയും പേരെഴുതി. നറുക്കെടുത്തപ്പോൾ വീണത് അബ്ദുല്ലയുടെ പേര്. അബ്ദുൽ മുത്തലിബിന്റെ മനസ്സ് പിടച്ചു. പറ്റിയത് ഇളയ മകൻ അബ്ദുല്ലയായിരുന്നു. വേദനയോടെയാണെങ്കിലും അബ്ദുൽ മുത്തലിബ് കത്തിയുമായി ബലി അർപ്പിക്കാനൊരുങ്ങി. അബ്ദുല്ലയുടെ സഹോദരിമാർ നിലവിളിച്ചു. കാത്തുനിന്ന ജനങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. ചിലർ രംഗത്ത് വന്ന് അനുനയത്തിന് ശ്രമിച്ചു. അബ്ദുൽ മുത്തലിബിനെ മാറ്റി നിർത്തി അവർ പറഞ്ഞു, പകരം ഞങ്ങളുടെ മക്കളിൽ ഒരാളെ അറുത്താലും. അബ്ദുല്ല മക്കക്കാരുടെയും പ്രിയങ്കരനായിരുന്നു. സമ്പാദ്യം മുഴുവൻ നൽകിയാലും അവൻ അറുക്കരുതെന്ന് അവർ അപേക്ഷിച്ചു. അബ്ദുല്ലയുടെ വ്യക്തിത്വം അത്ര വിലമതിക്കുന്നതായിരുന്നു. അബ്ദുല്ലയ്ക്ക് വേണ്ടി മക്കയുടെ മനസ്സൊന്നാകെ കേണു. പരിഹാരത്തിന് ഒരു ജ്യോതിഷിയുടെ സേവനം തേടാൻ ഒടുവിൽ തീരുമാനമായി. അബ്ദുൽ മുത്തലിബ് സംഭവങ്ങൾ അവതരിപ്പിച്ചു. ശ്രദ്ധയോടെ കേട്ട ജ്യോതിഷി അടുത്ത ദിവസം വരാൻ പറഞ്ഞു. എല്ലാവരെയും മടക്കി അയച്ചു. പിറ്റേ ദിവസം അബ്ദുൽ മുത്തലിബും കൂട്ടരും വന്നപ്പോൾ ജ്യോതിഷി ചോദിച്ചു, ബലിയിൽ നിന്നും മകനെ രക്ഷപ്പെടുത്തിയാൽ പകരം എന്തു ചെയ്യും? 10 ഒട്ടകങ്ങളെ അറുക്കും. അബ്ദുൽ മുത്തലിബ് മറുപടി പറഞ്ഞു, 10 ഒട്ടകങ്ങളുടെ പേരിലും മകന്റെ പേരിലും നറുക്കിടുക. ഒട്ടകത്തിന് നറുക്കു വീണാൽ അതിനെ അറുക്കുക. അബ്ദുല്ലയുടെ പേരാണ് വീഴുന്നതെങ്കിൽ ഒട്ടകത്തിന്റെ നറുക്ക് വീഴുന്നതുവരെ അബ്ദുല്ലയുടെ പേരിൽ ഓരോ നറുക്കിനും 10 വീതം ഒട്ടകങ്ങളെ ബലിയറുക്കുക. തീരുമാനപ്രകാരം നറുക്കെടുപ്പ് തുടങ്ങി. പക്ഷേ ആദ്യത്തെ 10 നറുക്കിലും അബ്ദുല്ലയുടെ നാമമായിരുന്നു. 10 വീതം ഒട്ടകങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടിരുന്നു. വേദന പൂണ്ട മനസ്സുമായി വിറയ്ക്കുന്ന കൈകൊണ്ട് 11ാമത്തെ നറുക്കെടുത്തു. അബ്ദുൽ മുത്തലിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. കൂടി നിന്നവരുടെ മനസ്സിൽ ആഹ്ലാദം അലതല്ലി. 11ാമത് വീണത് ഒട്ടകത്തിന്റെ മേലിലുള്ള നറുക്കായിരുന്നു. ബലികർമ്മം കെങ്കേമമായിരുന്നു. മക്കയുടെ താഴ്വരയിലും കുന്നിൻപുറങ്ങളിലുമായി 101 ഒട്ടകങ്ങളെ അറുത്തു. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും മാംസം ഭക്ഷിച്ചു. അബ്ദുൽ മുത്തലിബും മക്കളും അതിൽ നിന്നൊന്നും ഭക്ഷിച്ചില്ല. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി 101 ഒട്ടകങ്ങളെ അറുത്ത് നഷ്ടപരിഹാരം നടത്തിയ ഖ്യാതി അബ്ദുൽ മുത്തലിബിന് സ്വന്തമായി. അന്ന് അബ്ദുൽ മുത്തലിബ് വീട്ടിലേക്ക് തിരിച്ചപ്പോൾ മക്കയിലെ പ്രമാണിമാരിൽ ഒരാളായ വഹബ് ബിനു അബ്ദുമനാഫിനെ കണ്ടു. വഹബ് തൻ്റെ മകൾ ആമിനയെ അബ്ദുല്ലയ്ക്ക് വിവാഹം ആലോചിച്ചു. ആലോചന സഫലമായി. ആഹ്ലാദവും സന്തോഷവും അലതല്ലിയ ആ വിവാഹം പ്രൗഢമായി തന്നെ നടന്നു. കാലങ്ങൾ കടന്നുപോയി. ജനപദങ്ങൾ വരികയും പോവുകയും ചെയ്തു. സംസ്കാരങ്ങൾ വളരുകയും തളരുകയും അസ്തമിക്കുകയും ചെയ്തു. സംസമിന്റെ മഹത്വത്തിന് മാത്രം പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. അതിന്റെ പ്രവാഹത്തിന് വിഘ്നമില്ലാതെ നിശ്ചലതയും ഉണ്ടായില്ല.
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കിണർ ശുദ്ധിയാക്കാനും ആഴം കൂട്ടാനും ഒരു സമിതിയെ നിശ്ചയിച്ചിരുന്നു. കാലാന്തരങ്ങളിൽ നിരവധി രാജാക്കന്മാർ സംസം പരിപാലിച്ചു. പലരും കിണറിന് മുകളിൽ കെട്ടിടമുണ്ടാക്കി സൗകര്യമൊരുക്കി. ആദ്യമായി സംസം കിണറിന് മുകളിൽ ഭിത്തികൾ പടുത്ത് കെട്ടിടമുണ്ടാക്കിയത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട അബൂ ജഅഫറുൽ മൻസൂർ ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംസമിന്റെ പരിപാലനം ഏറ്റെടുത്തിരുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമായിരുന്നു. അവർ അന്തസ്സായി തന്നെ പാരമ്പര്യം നിലനിർത്തി. അബൂ ജഅഫറുൽ മൻസൂർ വെള്ള നിറത്തിലുള്ള മാർബിൾ വിരിച്ചായിരുന്നു പണി തീർത്തത്. സന്ദർശക സൗകര്യത്തിനായി മുറിയുടെ കിഴക്ക് ഭാഗത്ത് വാതിൽ സ്ഥാപിച്ചിരുന്നു. ഹിജ്റ 818 ചതുരാകൃതിയിലായി പുതുക്കി പണിതിട്ടുണ്ട്. താഴ്ഭാഗത്ത് വുളൂഇന് സൗകര്യമാകും വിധം 3 ഹൗളുകളും അന്ന് സ്ഥാപിച്ചു. തേക്ക് കൊണ്ട് പണി തീർത്ത സുന്ദരമായൊരു മേൽക്കൂര ഉണ്ടായിരുന്നു. കെട്ടിടത്തിന് മുകളിൽ ബാങ്ക് വിളിക്കാൻ പ്രത്യേകം മേലാപ്പ് സജ്ജമാക്കിയിരുന്നു. കാലക്രമത്തിൽ ചിതലകളുടെ ആക്രമണമുണ്ടായി. ഹിജ്റ 10-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ സുൽത്താൻ സുലൈമാനുൽ ഉസ്മാനിയുടെ കാലത്തും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അന്നത്തെ നിർമ്മാണം പൂർത്തിയായത് ഹിജ്റ 1076-ലാണ്. ഫൈസൽ രാജാവിന്റെ ഭരണകാലത്ത് സംസമിന് മീതെയുള്ള കെട്ടിടം പൊളിച്ചു നീക്കി. സംസമിനും കഅബയ്ക്കു ചുറ്റും വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഈ പണി പൂർത്തിയാക്കാൻ 1 വർഷമെടുത്തു. പിന്നീട് ഖാലിദ് രാജാവിന്റെ കാലത്താണ് വിപുലീകരണം നടക്കുന്നത്. സംസമിലേക്ക് മത്വാഫിൽ നിന്നുള്ള പ്രവേശന കവാടം അദ്ദേഹം അടച്ചു. ജലസ്രോതസ്സിനെക്കുറിച്ചും അതിന്റെ പ്രവാഹത്തെക്കുറിച്ചും പഠിക്കാൻ യഹിയ കോഷിക് എന്ന എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയതും അക്കാലത്താണ്. പരീക്ഷണങ്ങൾക്ക് വേണ്ടി 2 യന്ത്രങ്ങൾ ഉപയോഗിച്ചു കിണർ പാർശ്വങ്ങൾ തുറന്നു നോക്കി. ചരിത്രത്തിൽ ആദ്യമായി ഈ പരീക്ഷണം ഹിജ്റ 1399 ജമാദുൽ അവൽ 17-നായിരുന്നു. വിശ്വാസികൾ കിണറിൽ നിക്ഷേപിച്ച നിരവധി വസ്തുക്കൾ അന്ന് പുറത്തെടുത്തു. പാത്രങ്ങൾ, ലോഹ നാണയങ്ങൾ, ചെമ്പുകൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ തുടങ്ങി ധാരാളം സാധനങ്ങൾ. സംസം വറ്റിച്ചു കിണർ വൃത്തിയാക്കാൻ ഹിജ്റ 1400-ൽ അതിശക്തമായ 4 മോട്ടോർ പമ്പുകൾ 24 മണിക്കൂറും പ്രവർത്തിപ്പിച്ചു. മിനിറ്റിൽ 8000 ലിറ്റർ എന്ന തോതിൽ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരുന്നു. കിണറിന്റെ നിരപ്പിൽ നിന്ന് 3.23 മീറ്റർ മാത്രം താഴെ നിലനിന്നിരുന്ന ജലനിരപ്പ് 30.39 മീറ്റർ വരെ താഴ്ന്നു. സംസമിലേക്ക് ഉറവുകൾ ഒഴുകിയെത്തുന്ന നിരപ്പായിരുന്നു അത്. ജലനിരപ്പ് താഴ്ന്ന് ഈ അളവിലെത്തിയപ്പോഴേക്കും വെള്ളം കുതിച്ചുയർന്നു തുടങ്ങി. ഭൂനിരപ്പിൽ നിന്നും 3.9 മീറ്റർ അടുക്കുന്നതുവരെ ജലനിരപ്പ് പൊങ്ങി. പിന്നെ 1 ഇഞ്ചും ഇറങ്ങിയില്ല. സംസം വറ്റിക്കാൻ അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ശ്രമം അങ്ങനെ വിഫലമാവുകയായിരുന്നു. ആധുനിക രീതിയിൽ മസ്ജിദുൽ ഹറാം പുതുക്കി പണിതപ്പോൾ പഴയ നിർമ്മാണങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കുകയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെള്ളമെടുക്കുന്നതിന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു. സൗദി ഭരണകൂടം ആദ്യമായി വികസന പ്രവർത്തനം നടത്തിയപ്പോൾ കിണറിന്റെ വായ്ഭാഗം പളുങ്കുകൊണ്ട് മൂടിയിരുന്നു. ഇരുമ്പ് കമ്പി കൊണ്ട് ചുറ്റുവേലി കെട്ടുകയും ചുറ്റുഭാഗം തറ മാർബിൾ പതിച്ച് മനോഹരമാക്കുകയും ചെയ്തു. സംസം കിണറിൽ നിന്നും വെള്ളം പുറത്തെടുക്കാൻ വൻ സജ്ജീകരണങ്ങളാണ് ഇപ്പോഴുള്ളത്. സൗദി ജിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള സംസം സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ കണ്ടെത്തലനുസരിച്ച് ഈ കിണറ്റിൽ നിന്ന് 1 സെക്കൻഡിൽ 80 ലിറ്റർ അഥവാ 280 ക്യൂബിക് ഫീറ്റ് വെള്ളമാണ് പുറത്തേക്ക് എത്തുന്നത്. ഈ ജലകണികയുടെ pH മൂല്യം 7.9 മുതൽ 8 വരെയാണ്. ജലം കൂടുതൽ പമ്പ് ചെയ്യുന്നതിന് അനുസൃതമായി ജലനിരപ്പ് 12.72 മീറ്റർ വരെ താഴുന്നു. പക്ഷേ 11 മിനിറ്റുകൾക്കകം ജലനിരപ്പ് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. മക്കയിലെ മറ്റിടങ്ങളിലുള്ള കിണറുകളിലെ ജലനിരപ്പ് കുറയുമ്പോഴും സംസം കിണറിന്റെ ജലനിരപ്പിൽ മാറ്റം വരുന്നില്ല. 1971-ലും സംസം ജലം യൂറോപ്യൻ ലാബിൽ പരിശോധനക്ക് വിധേയമാക്കിയിരുന്നു. ഈ ജലത്തിൽ ഗുണകരമാം വിധം കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്നതായി ആ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. സംസം ജലം എപ്പോഴും രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് പമ്പ് ചെയ്യുന്നത്. ചരിത്രത്തിൽ ഒരിക്കൽ പോലും വറ്റാത്ത ഈ കിണർ അത്ഭുതങ്ങളുടെ ഉറവ തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്.